തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുള്ള റിപ്പോർട്ടാണ് അംഗീകരിച്ചത്. വിപുലമായ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ നടക്കും. പ്രചാരണം പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ചുവെന്നും ഇടത് രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, വിശാല സംസ്ഥാന സമിതി കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, തീയതിയും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകി. എന്തൊക്കെ വിമർശനങ്ങളാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ഉയർന്നത്? ഇതിൽ പ്രധാനപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റി നൽകിയ റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ട് അതാകെ തിരുത്തിയുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അംഗീകരിച്ച റിപ്പോർട്ടാണ് സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിനാണ് പൂർണ്ണമായും ഇപ്പോൾ സംസ്ഥാന സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റയാൾ കേന്ദ്രീകൃതമായ പ്രചാരണം നടന്നു എന്നുള്ള വിമർശനം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ എന്ന ഒറ്റയാളിലേക്ക് മാത്രം ഈ പ്രചാരണം കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിന്, അതായത് പ്രധാന നേതൃത്വത്തിന് കൃത്യമായ ഒരു അതിന്റെ എല്ലാ തരത്തിലുള്ള കടമകളുമുണ്ട്. അത് നിറവേറ്റണം എന്നുള്ളതായിരുന്നു കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതെങ്കിലും പ്രാദേശിക നേതൃത്വത്തിന് മാത്രം ഇതിന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് മാറി നിൽക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും നിലവിൽ അംഗീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഇടത് രാഷ്ട്രീയം ചർച്ചയായില്ല. പ്രചാരണം പിണറായിയെ മാത്രം കേന്ദ്രീകരിക്കുകയും ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുകയുമാണ് ചെയ്തത്. ഇടത് രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. PMCയിൽ വൻ വീഴ്ചയാണ് ഉണ്ടായത്. അത് CPI ഉയർത്തിയ വിമർശനങ്ങൾ, അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ CPM തയ്യാറായില്ല. പ്രശ്നപരിഹാരത്തിന് ഒടുവിൽ TB തന്നെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതും റിപ്പോർട്ടിലെ പരാമർശമാണ്. അതെല്ലാം കൂടി അംഗീകരിക്കുന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വിശാല സംസ്ഥാന കമ്മിറ്റി അത് സെപ്റ്റംബറിൽ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് ചേരും. അതിൽ നിലവിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ ഒഴിവാക്കുകയും ജില്ലാ സെക്രട്ടറിമാരും ഒപ്പം തന്നെ വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്കും സംസ്ഥാന കമ്മിറ്റി എത്തിയിട്ടുണ്ട്.